നമസ്കാരം. പ്രസ് ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. പാശ്ചാത്യ രാജ്യങ്ങളിലേക്കുള്ള വിദേശ കുടിയേറ്റത്തിന് വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലത്തിലൂടെയാണ് മലയാളികളടക്കമുള്ള വിദ്യാർത്ഥികൾ ഇന്ന് കടന്നുപോകുന്നത്. കാനഡയിൽ മാത്രമല്ല, UK, ഓസ്ട്രേലിയ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം വിദേശ വിദ്യാർത്ഥികൾ കനത്ത വെല്ലുവിളി നേരിടുന്നു. ഫെബ്രുവരി 2023 ജനുവരി 2024 ഇടയിൽ കാനഡയിലേക്കുള്ള ഇന്ത്യൻ വിദ്യാർത്ഥി വിസ അപേക്ഷകരുടെ എണ്ണം 40% കുറഞ്ഞുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഓസ്ട്രേലിയ, കാനഡ, UK എന്നിവിടങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവ്, ആഗോള സാമ്പത്തിക സ്ഥിരത എന്നിവയാണ് വിദ്യാർത്ഥികളുടെ അപേക്ഷ കുറയുന്നത് ഇടയാക്കാൻ പ്രധാനമായും കാരണമായത്. ഇത്തരം രാജ്യങ്ങളിൽ വിദേശ വിദ്യാർത്ഥികളിൽ നിന്ന് ഉയർന്ന ഫീസാണ് ഈടാക്കുന്നത്. ഈ തുക കണ്ടെത്താൻ കഷ്ടപ്പെടുന്നതിനിടയിലാണ് ജീവിത ചെലവും മറ്റു ഫീസുകളും വീണ്ടും ഉയർന്നത്. കാനഡ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ കുറഞ്ഞ ജീവിത ചെലവ് നിരക്ക് $10,000 നിന്ന് $20,635 ഉയർത്തി. ട്യൂഷൻ ഫീസ് ഒഴികെയാണിത്. സമീപകാലത്തെ റിപ്പോർട്ടുകൾ ഓസ്ട്രേലിയയിലെ വിദ്യാർത്ഥികൾ ഭവന മേഖലയിൽ കൂടുതൽ ചിലവഴിക്കേണ്ടി വരുന്നു. ഈ മേഖലയിൽ 10% മാത്രമേ ക്യാമ്പസ് താമസ സൗകര്യം ലഭിക്കുന്നുള്ളൂ. ബാക്കി 90% പേരും മറ്റ് താമസ സ്ഥലങ്ങൾ തേടേണ്ടി വരും. ഓസ്ട്രേലിയയിലും കാനഡയിലും വാടക നിരക്കുകൾ വലിയ തോതിൽ ഉയർന്നു. വർദ്ധിച്ചു വരുന്ന വാടക ചെലവ്, പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റികൾ സ്ഥിതി ചെയ്യുന്ന നഗരങ്ങളിലെ താമസ സൗകര്യത്തിൻ്റെ കുറവ് എന്നിവ വിദ്യാർത്ഥികളുടെ സാമ്പത്തിക സ്ഥിതിയിൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നു. ഈ സാമ്പത്തിക വെല്ലുവിളികൾ അന്തർദേശീയ വിദ്യാർത്ഥികൾക്കിടയിലെ താൽപ്പര്യം കുറയുന്നതിന് പ്രധാന കാരണമാകുന്നു. ഫീസുകൾ കണ്ടെത്തുന്നതിനും തൊഴിൽ പരിചയം നേടുന്നതിനുമായി പാർട്ട് ടൈം ജോലികൾ ലഭിക്കുന്നതാണ് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ അന്തർദേശീയ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്ന പ്രധാന ഘടകം. ഓസ്ട്രേലിയ, കാനഡ, UK എന്നിവിടങ്ങളിലെ വിസ നയങ്ങൾ കർശനമാക്കിയതും അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് പുതിയ വെല്ലുവിളികൾ ഉയർത്തുന്നു. വിദ്യാർത്ഥി വിസകളിലും വർക്ക് പെർമിറ്റുകളിലും UK നിയന്ത്രണങ്ങൾ കർശനമാക്കി. ആശ്രിത ആനുകൂല്യങ്ങളും വിസ മാറ്റങ്ങളും പരിമിതപ്പെടുത്തി. നിലവിൽ ബിരുദാനന്തര ഗവേഷണ പ്രോഗ്രാമുകൾ പഠിക്കുന്നവർക്ക് മാത്രമേ മറ്റുള്ളവരെ സ്പോൺസർ ചെയ്യാൻ കഴിയൂ. കാനഡയിലാവട്ടെ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയ്ക്കുന്നത് അടക്കമുള്ള നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്.